ഹയാത്ത് തഹ്രീർ അൽ ഷം പിരിച്ചുവിടുമെന്ന് നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി തന്നെ പറഞ്ഞിരിക്കുന്നു. വിമതരെല്ലാം വ്യവസ്ഥാപിത സൈന്യത്തിന്റെ ഭാഗമാകും, നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അൽ ജുലാനി പറയുന്നു. സിറിയയിലെ കാര്യമാണ്. അന്താരാഷ്ട്ര ഇടപെടലും തുർക്കിയുടെ നേരിട്ടുള്ള ആശയവിനിമയവും പുരോഗമിക്കുന്നതിനിടയിലാണ് സിറിയൻ വിമത നേതാവിൻ്റെ ഈ നിലപാട് കൂടി വരുന്നത്. ഐസൺ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൺ, സിറിയയിൽ ഭരണം പിടിച്ചെടുത്ത സംഘടനയാണ്, അത് പിരിച്ചുവിടും എന്ന് വിമത നേതാവ് പറയുന്നതിൻ്റെ കാരണം എന്താണ്? വിവരങ്ങൾ. തീർച്ചയായും മനു, ഈ ഭരണം പിടിച്ചെടുത്ത ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിടും എന്ന് പറയുന്നതിന്റെ പിന്നിലെ കൃത്യമായ നീക്കങ്ങൾ അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തൊട്ട് മുൻപുള്ള ദിവസം നയതന്ത്ര ബന്ധം ആരംഭിച്ചു എന്ന് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ ഇന്നലെ ഡേവിഡ് ലാമിയും ബ്രിട്ടനുമായി ബന്ധം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നയതന്ത്ര ബന്ധങ്ങൾ തുടരുന്നതിനെ ഈ ഭീകര സ്വഭാവമുള്ള സംഘടന തുടരുന്നത് സാധ്യമല്ല എന്ന നിലപാട് ഈ രണ്ട് രാജ്യങ്ങളും അറിയിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും തുർക്കിയുടെ ഭാഗത്തു നിന്നും അതിന് അനുകൂലമായൊരു നിലപാടുമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് STS എന്ന് പറയുന്ന ഭീകര സ്വഭാവമുള്ള വിമത വിഭാഗത്തെ പൂർണ്ണമായും പിരിച്ചുവിട്ടതിന് ശേഷം അവരെ സൈന്യത്തിലേക്ക് ഉൾച്ചേർക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് അൽ ജുലാനി തന്നെ വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിലവിലെ സാഹചര്യത്തിൽ ഈ സംഘടന തുടരുകയാണെങ്കിൽ ആ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ജിഹാദി വിഭാഗങ്ങൾ ശക്തമായ എതിർപ്പ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക്, അതായത് ഒരു മിലീഷ്യയായി തുടരുന്നതിനെ എതിർക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് രാജ്യത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനുള്ള നീക്കത്തിന്റെ ഒരു ഭാഗമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി ശത്രുതയ്ക്കില്ല എന്ന നിലപാട് അൽ ജുലാനി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു ബഷാർ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണത്തെ ഇല്ലാതാക്കിയതിനു ശേഷം കൃത്യമായൊരു രാഷ്ട്രീയ സംവിധാനം അവിടെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നീക്കത്തെ നിരീക്ഷിക്കപ്പെടുന്നത്. വളരെ കൃത്യമായി ജുലാനി പറയുന്നത് അതത് റാങ്കുകളിൽ നിയമിക്കുമെന്നാണ്. സ്വാഭാവികമായും ഈ സൈന്യത്തിന്റെ നിയന്ത്രണം ഈ സംവിധാനത്തിന്റെ ഭാഗമാകും എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അത് തീർച്ചയായും ഈ ജിഹാദി സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ജിഹാദി വിഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിലേക്കുള്ള യാത്ര സിറിയയിൽ ആരംഭിച്ചിരിക്കുന്നുവെന്ന് അനുമാനിക്കാവുന്ന നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യമാകുന്നത് എത്ര സമയം എടുത്തുകൊണ്ടായിരിക്കും എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ STS പിരിച്ചുവിടും, ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടുമെന്ന് കൃത്യമായി അൽ ജുലാനി പറയുന്നുണ്ട്. ശരിയായി സർ.